എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ കഥയില് കിരണും ബൈജുവും രതീഷും കൂടെ ഗംഗാപ്രസാദിനെ പിടികൂടാനായിട്ട് കാട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവര് കടത്ത് തോണിയിൽ വന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് ഗംഗാപ്രസാദ് ആ കാട്ടിനകത്ത് ആ സൈഡിൽ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അവര് കടത്തു തോണിയിൽ വന്ന് ഇറങ്ങുന്ന കാഴ്ച കണ്ടു. അവൻ രക്ഷപ്പെടാനായിട്ട് പുഴക്കരയിലേക്ക് ഓടി വന്നാണ്. അപ്പോഴാണ് അവരിറങ്ങുന്ന കാഴ്ചയുടെ പെട്ടെന്ന് അവനോട് മറിഞ്ഞു നിന്നു. ഈ സമയത്ത് കിരൺ ഇറങ്ങിയിട്ട് ബൈജുവിനും രതീഷിനോടും ഒക്കെ പറഞ്ഞു, കാട്ടിലൂടെ മൂപ്പന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, അറിയാലോ. വഴിയൊക്കെ അറിയത്തില്ലെങ്കിൽ നമ്മൾ കാട് ചുറ്റി പോകത്തുള്ളൂ, കാട്ടിക്കിടന്ന് കറങ്ങത്തുള്ളൂ. പിന്നെ ഒന്ന് രണ്ട് വട്ടം പറഞ്ഞു വന്നതുകൊണ്ട് വേലുവിന്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം വന്നേ, അതുകൊണ്ട് എനിക്ക് വഴിയൊക്കെ അറിയാം. എന്നോടൊപ്പം തന്നെ നിങ്ങളും വരണം. അങ്ങോട്ടും അങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി തെറ്റുമെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ബൈജു പറഞ്ഞു, എന്നാലും ഇത്രയും വലിയ കാട്ടില് അവന് വഴിയൊന്നും തെറ്റിയിട്ടില്ലോ. അല്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനിതൊക്കെ വല്ലതും പുത്തിരിയാണോ? അവന് കാടും നാടും അല്ലേ ഒരേപോലെ അല്ലേ? എവിടെ ചെന്ന് വീണാലും ആ 4 കാലല്ലേ വീഴുള്ളൂ. അതും പറഞ്ഞിട്ട് അവരങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്, കാട്ടിനകത്തേക്ക്. ഈ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു? ചുറ്റും നോക്കി. പിന്നീട് ഗംഗാപ്രസാദ് വന്നിട്ട് ആ പുഴയിലേക്ക് ചാടി നീന്തുവാണ്. അവൻ അക്കരെ കടന്നേ മതിയാവുള്ളൂ. ഇനി ഇവിടെ നിൽക്കുന്ന ആപത്താന്ന് അവന് മനസ്സിലായി. കിരണും ബൈജുവും രതീഷും കൂടെ ഒക്കെയാണ് കാട്ടിനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പത്തേനുമാണ് അവിടുന്ന് അബലുവിന്റെ കരച്ചിൽ കേട്ട, അയ്യോ ആരെങ്കിലും ഓടി വരണേ രക്ഷിക്കണമെന്നൊക്കെ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പത്തിനും അവരങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. മൂപ്പന് കുത്തുകൊണ്ട് കിടക്കുന്ന കാഴ്ചയാ കാണുന്നേ. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തേനും കിരൺ ചോദിച്ചു, എന്ത് പറ്റിയതാ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും അമലു പറഞ്ഞു, ആ ദുഷ്ടം കുത്തിയിട്ട് പോയതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒച്ചപ്പാടും വേളം കേട്ട് ഫോറസ്റ്റുകാരൊക്കെ ഓടി വരുവാണ്. എന്താ, എന്ത് പറ്റിയതാ? അതെ, ചോദ്യം ഉത്തരവൊക്കെ പിന്നെ ആ സാറേ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇതേ നേരിയ ഒരു പൾസ് മാത്രമേ ഉള്ളൂ മൂപ്പനെന്ന് പറയണ. മൂപ്പന് അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ അവരെല്ലാരും കൂടെ ചേർന്ന് നേരെ തോണിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പം കടത്ത തോണി അവിടെ കിടപ്പുണ്ടായിരുന്നു. അമലു അങ്ങോട്ട് പിന്നാലെ ഓടി വരികയാണ്. അമലുവിനോട് പറഞ്ഞു, അമലു വരണ്ട, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കണം. ആ സമയത്ത് അമലു പറഞ്ഞു, അല്ല ഞാനും കൂടെ ഒരു അച്ഛനെ നോക്കാനായിട്ട്. കടത്തുകാരൻ പറഞ്ഞു, ദേ ഈ സാറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, വീട്ടിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവര് മൂപ്പനെ കൊണ്ട് പോവാണ്. ഈ സമയം കിരൺ പറഞ്ഞു, അത് ചേട്ടാ ഇത്തിരി സ്പീഡ് വെള്ളം എടുക്കുക, കാരണം ജീവൻ എങ്ങനെയാലും നിലനിർത്തിയല്ലേ മതിയാവുള്ളൂ എന്നൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ കിരണിന്റെ മനസ്സിൽ. ആ സമയത്ത് അമലു ഓടിക്കതച്ച് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് വള്ളി അങ്ങോട്ട് ഇറങ്ങി വന്നു. അലറി വിളിച്ചു വരുന്നേ അമലുവിനെ കടപ്പിച്ചു, എന്താ മോളെ, എന്താന്ന് ചോദിക്കണം. അത് പിന്നെ അപ്പന് കുത്തേറ്റെന്ന് പറയണം. കുത്തേറ്റുന്ന എവിടുന്ന് എങ്ങനെ? വള്ളി ആകെപ്പാടെ പേടിച്ചുപോയി. അവനുണ്ടല്ലോ, അവന് ആ വിനായകൻ അവനാ ചെയ്തേന്ന് പറയണം. അവനോ? അതേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വള്ളിക്ക് ദേഷ്യം സഹിച്ചില്ല. വള്ളി അവളുടെ കാരണം തീർത്തൊന്ന് പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൻ ശരിയല്ലാന്ന്, നീയൊക്കെ അനുസരിച്ചോ? അപ്പനും മോളും എല്ലാരും കൂടെ ചേർന്ന് തേനും പാലും കൊടുത്ത് അവനെ വളർത്തിയിട്ട്, അമ്മേ നമ്മള് ഉദ്ദേശിച്ച പോലെയല്ല, അവനൊരു കൊടും ക്രിമിനലാ. മാത്രമല്ല അവന് സംസാരശേഷിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എടി, വേലു കയ്യെ കാലെ പിടിച്ച് പറഞ്ഞ അവൻ ശരിയല്ലാന്ന്. എന്നിട്ടോ എല്ലാരും കൂടെ വേലുവിനെ കുറ്റപ്പെടുത്തി. എന്നിട്ട് ഇപ്പൊ എന്തായി? ഒടുവിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ? എന്നിട്ട് എന്തിയാടി? അപ്പൻ എന്തിയേ? അപ്പൻ എവിടെയാന്ന് ചോദിക്കണം. അപ്പനെ വള്ളത്തെ കയറ്റി കൊണ്ടുപോയി. വള്ളത്തെ കയറ്റി കൊണ്ടുപോയെന്നോ? ദൈവമേ, ആരെ കൊണ്ടുപോയത്? അത് പിന്നെ അന്ന് ഇവിടെ വന്നൊരു സാറല്ലേ, ആ സാറും ആ സാറിന്റെ 2 കൂട്ടുകാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരാ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറയണം. വള്ളി പറഞ്ഞു, അപ്പൊ ആ സാറിന്റെ അച്ഛന് തേനകത്ത് വിഷം കടത്തിയത് ഇവനായിരിക്കും അല്ലേ, ഈ വിനായകൻ എന്ന് പറയുന്നവൻ? അതേമേ, അങ്ങനെയാ തോന്നിയെന്ന് പറയാണ്. ചതിച്ചല്ലോ വല്ല ദൈവങ്ങളെ, ഇനി എന്താ ചെയ്യുക? അന്നൊക്കെ ഞാന് സംശയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അപ്പനും മോളും കൂടെ ചേർന്നിട്ട് ഇപ്പോഴെന്തായി? ഒടുവിൽ അതിനുള്ള കൂലി കിട്ടിയില്ലെന്ന് ചോദിച്ചുകൊണ്ട് വള്ളി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അതുപോലെ തന്നെയായിരുന്നു അമലുവിന്റെ അവസ്ഥ. അതേ സമയത്ത് ഗംഗാപ്രസാദ് പുഴ നീന്തിക്കടന്ന് അക്കരെ എത്തുവാണ്. അപ്പോഴേക്കും അവിടെ ഒരാള് പല വീശിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗംഗാപ്രസാദ് നനഞ്ഞൊലിച്ച് വരുന്ന കണ്ടപ്പോ ചോദിച്ചു, എന്താ സാറേ വെള്ളത്തിൽ വീണെന്ന് ചോദിക്കുകയാണ്. വെള്ളത്തിൽ വീണെന്നല്ല, ഞാൻ ചുമ്മാ അപ്പുറത്തേക്കൊന്ന് നീന്തിയിട്ട് വന്നാന്ന് പറയണ. എന്റെ കാർ അപ്പുറത്ത് കിടപ്പുണ്ടെന്ന് പറയണ. ഇതൊക്കെ ഒരു രസമല്ലേന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് അയാൾക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെന്ത് മീനായിട്ടാ? സിലോപ്പിയാന്ന് പറയണ. ആ കൊള്ളാലോ, ഇത് കൊടുക്കാനുള്ളതാണോ? ഇത് എനിക്ക് ഷാപ്പിൽ കൊണ്ടേ കൊടുക്കാനുള്ളതാ. ഷാപ്പിൽ കൊടുത്തിട്ട് വേണം 2 കുപ്പി കള്ളു മേടിച്ച് കുടിക്കാനായിട്ട്. ഇത് കേട്ടപ്പോ ഗംഗാപ്രസാദ് പറഞ്ഞു, ഇതിന് എത്ര രൂപയാ? ഒരു 10,000 രൂപയാകും. എന്നാ 2,000 രൂപ ഞാൻ ചേട്ടൻ തരാം. ഇതെനിക്ക് തന്നേക്കുന്നോ? അല്ല, അത് പിന്നെ ഷാപ്പിൽ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അത് സാരമില്ല ഏട്ടാ. എന്നാ ഞാൻ നോക്കട്ടെ, എടുത്തോ, ഷാപ്പിൽ എന്തേലും ഞാൻ പറഞ്ഞോളാം, അല്ലെങ്കിൽ ഞാൻ വേറെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അല്ല ഏട്ടാ, അതിനു മുമ്പ് ആ ഫോൺ എനിക്കും തരുവോ? ഞാൻ നീന്താൻ പോയതുകൊണ്ട് ഫോൺ എടുത്തില്ലായിരുന്നു പറയാ. അതെന്താ? അത്യാവശ്യമായിട്ടൊരു കോൾ വിളിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഗംഗാപ്രസാദ് ഫോൺ മേടിക്കുന്നേ.
ഫോൺ അങ്ങോട്ട് മേടിച്ചു. പിന്നീട് ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോന്നവിടെ ആരുമില്ല. ആ സമയത്ത് അയാൾ എന്ത് ചെയ്തു, വീണ്ടും വല വീശാനായിട്ട് ഒരുങ്ങുകയാണ്. അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഗംഗാപ്രസാദിനെ. ഗംഗാപ്രസാദ് ഒറ്റ ചവിട്ട് കൊടുക്കണം അയാളുടെ നടുവ് നോക്കി. അയാൾ എടുത്തടിച്ച് വെള്ളത്തിലേക്ക് വീണു. ഈ സമയത്ത് ഗംഗാപ്രസാദ് ഫോണും കൊണ്ട് അവിടെ നിന്ന് ഓടുവാണ്. കാരണം അവന് ഒരു ഫോൺ വേണമായിരുന്നു അത്യാവശ്യം കോളൊക്കെ വിളിക്കാനായിട്ട്. അങ്ങനെ അവന് ഫോൺ കിട്ടുകയും ചെയ്തു. ഈ സമയത്ത് മൂപ്പൻ ഐസിയുലാണ്. ഡോക്ടർ പരിശോധിക്കുകയൊക്കെ ചെയ്യണം. ഓക്സിജനൊക്കെ കൊടുത്താണ് ഇട്ടിരിക്കുന്നത്. കാരണം പൾസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. മുറിവൊക്കെ അത്രയും വലുതായിരുന്നല്ലോ. ഐസിയുടെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കിരണും ബൈജുവിന്റെ യതീഷും ഒക്കെ. കിരൺ പറഞ്ഞു, എന്നാലും ഇങ്ങനൊരു അവസ്ഥ മൂപ്പൻ ഉണ്ടാവുന്ന ആരെങ്കിലും പ്രതീക്ഷയാണോ? വേലു ആദ്യമേ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലായിരുന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ബൈജു പറഞ്ഞു, അല്ല വേലു സ്നേഹിച്ചിരുന്ന പെണ്ണല്ലേ അമലു, അവർ തമ്മിൽ വിവാഹം കഴിക്കാതിരുന്നല്ലേ? കിരൺ പറഞ്ഞു, അതെ, അവർ തമ്മിൽ വിവാഹം കഴിക്കാതിരുന്ന പിന്നെ എങ്ങനെയാണ് ആ അമലു ആ ഗംഗാപ്രസാദിന്റെ വലയെ വീണാന്ന് മനസ്സിലാകത്തെ? അവന് അവളെ വെച്ചോണ്ടിരിക്കുവായിരുന്നു തോന്നേ. കാരണം അത്രയ്ക്ക് സ്നേഹം അടുപ്പമായിരുന്നു തോന്നേ അവനോട് അവൾക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, അതാ എനിക്ക് മനസ്സിലാകത്തെ. വേലു കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണായിരുന്നല്ലോ. അപ്പോഴേക്കും ജയദേശ് പറഞ്ഞു, അതിനാണോ ബുദ്ധിമുട്ട്? ചിലപ്പോ വേലുവിനെ അവൾക്ക് ചിലപ്പോ പിടിച്ചു കാണത്തില്ല. ഗംഗാപ്രസാദ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പോരാത്തന്നെ അവന്റെ സ്വഭാവം അറിയാലോ. ഏത് പെണ്ണുങ്ങളെ അവൻ മയക്കെടുക്കും പെട്ടെന്ന് തന്നെ. അങ്ങനെ അവന്റെ വലയത്തിൽ വീണതായിരിക്കും അമലു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇപ്പൊ സംഭവിച്ചേ. അവളെ മയക്കി അവൻ ഇത്രയും കാലം അവിടെ സുഖിച്ച് ജീവിക്കുമായിരുന്നു. കിരൺ പറഞ്ഞു, ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. മൂപ്പൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനാണെങ്കിൽ ഐസുവിന്റെ ഫ്രണ്ടിൽ അവിടെ കല്യാണിയൊക്കെ നിൽക്കുന്നുണ്ട്, കല്യാണി അമ്മ, അവരുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടേക്ക് അങ്ങോട്ട് പോവാണ്. കാരണം ചന്ദ്രസേനോട് കിടക്കുന്നുണ്ടല്ലോ. ഈ സമയത്ത് ബൈജു രതീഷും കൂടെ സംസാരിക്കുകയാണ്. ബൈജു രതീഷിനോട് പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് അറിയത്തില്ല. അവൻ ഇനിയിപ്പം നാട്ടിലേക്ക് കയറുമെന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കാർത്തികയും ലക്ഷ്മി അമ്മയൊക്കെ പേടിക്കേണ്ടിയിരിക്കുന്നു. രതീഷ് പറഞ്ഞു, അത് ശരിയാ, കല്യാണം പോലും നടക്കുമെന്ന് അറിയത്തില്ല. കല്യാണ കാര്യത്തിൽ പോലും ഇനിയിപ്പോൾ ഒരു സംശയമുണ്ട്. കാരണം അവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. അന്ന് ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ചെത്തിയത് ഇവൻ തന്നെയാ. ഇവൻ എന്നിട്ട് കൊന്നിട്ട് കാട്ടിലേക്ക് പോകാനെങ്ങാണ്ടായിരുന്നു തീരുമാനം. കൃത്യസമയത്ത് തന്നെ കാർത്തിക വെടിയുതിർത്തോണ്ട് മാത്രം രക്ഷപ്പെട്ടത്. ബൈജു പറഞ്ഞു, നോക്കാൻ ഇനി എന്തൊക്കെയാ സംഭവിക്കുന്ന. അവൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും പേടിക്കണം എന്നൊക്കെ ബൈജുവും പറയാണ്. പിന്നീട് കിരണ് രൂപയുടെയും കല്യാണിന്റെ അടുത്തേക്ക് എല്ലുവാണ്. അവരപ്പോ ചന്ദ്രസേനെ കിടത്തിരിക്കുന്ന അവിടുത്തെ ഐസുവിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോ കല്യാണി ചോദിച്ചു, എന്തായി കിരണേട്ട കാര്യങ്ങളൊക്കെ? അവനെ കണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഇവിടെ ഒരാളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കാഷ്വാലിറ്റിയില്. മൂപ്പനെയാന്ന് പറയണ. മൂപ്പന് ഇത് എന്ത് പറ്റി? അവനുണ്ടല്ലോ ഗംഗാപ്രസാദ്, അവൻ കുത്തിയിട്ട് കടന്നു കളഞ്ഞാന്ന് പറയണേ. അവൻ കുത്തിയെന്നോ? അതെ, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവന് ആ ഗംഗയെന്ന് പറയുന്നവന് മൂപ്പന്റെ മോളുമായിട്ട് ഇത്തിരി അടുപ്പത്തിലായിരുന്നല്ലോ. അവൻ വേലുവിനെ നന്നായിട്ട് വിഷമിപ്പിച്ച അവളെ വശീകരിച്ചാണ് അവനവിടെ ഇത്രയും നാളും കഴിഞ്ഞു കൂടിയത്. മൂപ്പന് ഈ കഥകളൊക്കെ അറിഞ്ഞു. അത് മാത്രമല്ല അവൻ എന്താ ഏതാന്നൊക്കെ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ്. അങ്ങനെ മൂപ്പൻ അത് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പത്തിന് മൂപ്പനെ കുത്തിയിട്ട് അവൻ കടന്നു കളഞ്ഞു. ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണം നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യൂന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനായിട്ടാ? അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എന്താണെങ്കിലും അവനെ പിടികൂടിയേ പറ്റുള്ളൂ എന്ന് പറയാം. കല്യാണി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കിരണേട്ടാ അവൻ മരിച്ചിട്ടില്ലാന്ന്. എന്നിട്ട് കിരണേട്ടൻ വിശ്വസിച്ചോ? അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു, അത് ശരിയാ, നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കേണ്ടതായിരുന്നു. പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലോ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ലക്ഷ്മിയമ്മയുടെയും കാർത്തികേച്ചിയുടെ കാര്യം എന്താവും? രൂപ പറഞ്ഞു, ലക്ഷ്മിയമ്മയുടെയും കാർത്തികയുടെയും കാര്യം മാത്രമല്ല, ബാക്കി എല്ലാവരുടെയും കാര്യം കൂടെ നോക്കണം. അറിയാലോ, എല്ലാവരുടെയും ജീവൻ അപകടത്തിലാണ്. ആ സമയം കിരൺ ചോദിച്ചു, അല്ല അച്ഛൻ എങ്ങനെയുണ്ട്? കല്യാണി പറഞ്ഞു, കുടല് വരെ പൊള്ളിപ്പോയെന്നാ ഡോക്ടർ പറഞ്ഞത്. രൂപ പറഞ്ഞു, അത് ശരിയാ, നാവും എല്ലാം തൊണ്ട എല്ലാം പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വിഷം മാത്രമല്ല സയനൈഡ് പോലെ എന്തോ ഒന്ന് കലർന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അത് നമ്മളെല്ലാവരും കൂടി രുചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഗംഗാപ്രസാദിന് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവനെ എന്താണെങ്കിലും പിടികൂടിയാൽ മതിയാവുള്ളൂ, അല്ലാതെ രക്ഷയില്ല. അവനെ പിടികൂടി ഞാൻ തീർക്കുക തന്നെ ചെയ്യും. അതും പറഞ്ഞ് കിരൺ അങ്ങോട്ടേക്ക് പോവാണ്. അതേ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അമലു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അവന്റെ ചതി, ഗംഗാപ്രസാദിന്റെ ചതിയെക്കുറിച്ചായിരുന്നു. അവന് സംസാരശേഷി ഉണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും എല്ലാം അവൻ മനഃപൂർവ്വം ചെയ്തു കൂട്ടിയതാണ്. തന്നെയും തന്റെ കുടുംബത്തെയും കൂടെ ദ്രോഹിക്കുക ചെയ്തേ. അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവന്റെ ഒരു കുഞ്ഞ് തന്റെ വയറ്റിൽ തുടിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും അവലൊന്ന് ഛർദ്ദിക്കാൻ വന്നു. അവല് പോയി ഇപ്പൊ ഛർദ്ദിക്കുവാണ്. അവന് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. വേലു പലതവണ പറഞ്ഞിട്ടും താൻ അനുസരിച്ചില്ല. അതിനുള്ള ശിക്ഷയാണോ തനിക്ക് കിട്ടിയതെന്നൊരു ചിന്തയുണ്ടായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവന്റെ കുഞ്ഞു വയറ്റുള്ളിടത്തോളം കാലം തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓർത്തിട്ട് അവലിന് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. വല്ലാത്തൊരു ദേഷ്യമായിരുന്നു ആ സമയത്ത് ഗംഗാപ്രസാദിനോട്. അവനെ കിട്ടുവാണെ കൊന്നു കളയണമെന്ന് പോലും അമലു ചിന്തിക്കുകയാണ്.
ഇതേ സമയം ഐസുവിന്റെ മുന്നില് ബൈജുവും രതീഷും കിരണും കൂടെ ഉണ്ട്. മൂപ്പനകത്തുണ്ട്. എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ അങ്ങോട്ട് വന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, ഡോക്ടർ എങ്ങനെയുണ്ട്? മൂപ്പൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ജീവന്റെ ഒരു തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴതും പോയെന്ന് പറയണ. ഇത് കേട്ടോണ്ടാണ് കല്യാണിയും കൂടെ അങ്ങോട്ട് വരുന്നത്. കിരണും ബൈജും രതീഷും കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം നിൽക്കുകയാണ്. അവർക്കും മനസ്സിലായി ഇനിയിപ്പോ രക്ഷയില്ല എന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.